നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിനും പൊതുജനക്ഷേമത്തിനും വിവിധ പദ്ധതികൾ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അവതരിപ്പിച്ചു. കേരള വിഷന്റെ മൂല്യമുള്ള സേവനം ഇനി മൗവലിലും. ബേക്കൽ മൗവലിൽ ഗോൾഡൻ ക്ലസ്റ്റർ പ്രവർത്തനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. കൈകൂപ്പി അനുഗ്രഹം വാങ്ങി ഭക്തസഹസ്രം. മഞ്ചേശ്വരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അഗ്രി പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നത് പരിഗണനയിൽ. AKM അഷ്റഫ് MLAയുടെ സബ്മിഷനുള്ള മറുപടിയായാണ് മന്ത്രി P. പ്രസാദ് ഇക്കാര്യം അറിയിച്ചത്. കാസർഗോഡ് നഗരസഭയുടെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നെല്ലിക്കുന്നിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ മലബാർ മേഖലാ ജാഥയ്ക്ക് തുടക്കമായി. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിനും പൊതുജനക്ഷേമത്തിനും വിവിധ പദ്ധതികൾ മുന്നോട്ട് വെച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 97,27,61,211 രൂപ പ്രതീക്ഷിത വരവും 96,01,21,000 രൂപ പ്രതീക്ഷിത ചിലവും ഉൾപ്പെടെ 1,26,40,211 രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അവതരിപ്പിച്ചത്. കാസർഗോഡിന്റെ സമഗ്ര മേഖലകളിലെയും വികസനത്തിന് ഊന്നൽ നൽകി വിദ്യാഭ്യാസ, ആരോഗ്യ, കർഷക ക്ഷേമ, വ്യവസായ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 97,27,61,211 രൂപ വരവും 96,01,21,000 രൂപ ചിലവും 1,26,40,211 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ഭരണസമിതി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂരാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിൽ ഭവന പദ്ധതിക്ക് 12 കോടി രൂപ മാറ്റിവെച്ചു. കാർഷിക മേഖലയ്ക്ക് 1,75,00,000 വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ലഹരി വിമുക്ത പദ്ധതികളുടെ ഭാഗമായി റിഥം പദ്ധതിക്ക് തുടക്കം കുറിക്കും. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി 9,90,67,000 രൂപയും മാറ്റിവെച്ചു. ജില്ലാ പഞ്ചായത്ത് ക്യാൻറ്റീൻ പ്രീമിയം കഫേയാക്കി മാറ്റും. സ്കൂളുകളിൽ ചിൽഡ്രൻസ് പാർക്കുകളും മാ കെയർ സെന്ററുകളും ആരംഭിക്കുന്നത് കൂടാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കും. ജില്ലാ അലോപ്പതി ആശുപത്രി സാധാരണക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കും വിധം വിപുലീകരിക്കും. വയോജന കേന്ദ്രങ്ങളും ഹാപ്പിനെസ് പാർക്കുകളും ആരംഭിക്കും. പൊതു ഇടങ്ങളിൽ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും. തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി 75 ലക്ഷം രൂപയും 25ഓളം ഗ്രാമീണ റോഡുകൾ നവീകരിക്കുന്നതിനായി 12,80,00,000 രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ഈ വർഷവും ഭവന പദ്ധതിക്കായി 12 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ജില്ലയാണ് നമ്മുടെ. മലകളും പുഴകളും തീരദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂവിഭാഗത്തിൽ കാർഷിക ഉൽപാദന വർധനവിന് വേണ്ടി എല്ലാ വർഷവും പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നു. നെൽകൃഷി വികസനം, ജലസേചന സൗകര്യമൊരുക്കൽ, മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ, കുളങ്ങളുടെ നവീകരണം, പള്ളങ്ങളുടെ സംരക്ഷണം പോലെയുള്ള പദ്ധതികൾ ഇത്തവണയും ഏറ്റെടുത്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് തന്നെ തയ്യാറാക്കിയ ജലബജറ്റിന്റെ വസ്തുതകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. മണ്ണറിഞ്ഞ് വളമിടണം എന്നത് കൃഷിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് സമഗ്ര മണ്ണ് പരിശോധനയ്ക്കായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ക്യാമ്പ് ഏർപ്പെടുത്തുവാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണവും നൂതന ആശയങ്ങളും ഉൾപ്പെടുത്തിയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. വ്യവസായ വകുപ്പുമായി സംയോജിച്ച് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വ്യാവസായിക മേളകൾ നടത്തി സംരംഭകർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഈ വർഷവും സൗകര്യമൊരുക്കുന്നു. കാർഷിക മേഖലയ്ക്ക് 1,75,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ക്ഷീര കർഷകർക്ക് റിവോൾവിംഗ് ഫണ്ട്, പാലിന് സബ്സിഡി നൽകൽ എന്നിവയും ഈ വർഷവും തുടരും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, ജനങ്ങളുടെ ആളോഹരി വരുമാനം മെച്ചപ്പെടുത്തി ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് നടത്തുന്നതെന്ന് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിച്ചി മാത്യു, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശകുന്തള കെ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ സരിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു, പഞ്ചായത്ത് മെമ്പർ ഷിനോജ് ചാക്കോ, ജോമോൻ ജോസ്, എം ശൈലജ ഭട്ട്, തദ്ദേശഭരണ ജോയിന്റ് ഡയറക്ടർ ജി സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ശ്യാമലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സന്തുലിത വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സന്തുലിത വികസനം ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. സംസ്ഥാന കേന്ദ്ര പദ്ധതി വിഹിതവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും ബ്ലോക്ക് പഞ്ചായത്ത് തനത് ഫണ്ടും ഉൾപ്പെടെ 59,76,78,544 രൂപ വരവും 59,14,20,000 രൂപ ചെലവും 62,01,544 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖല, മൃഗസംരക്ഷണ മേഖല, പാർപ്പിട പദ്ധതികൾ, ആരോഗ്യ മേഖല, സ്ത്രീ സൗഹൃദ ഗ്രാമം, വയോജനങ്ങൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ പദ്ധതികൾ, വിദ്യാഭ്യാസ മേഖല, പ്രകൃതി ജലസംരക്ഷണം, കുടിവെള്ളം, സുസ്ഥിര ശുചിത്വ പദ്ധതി, പശ്ചാത്തല മേഖല, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ വിഭാഗങ്ങളിലേക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലതയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആധുനിക ലോക വിജ്ഞാനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ സാമ്പത്തിക സമാഹരണം വഴിയും നാം പുതിയ കുതിപ്പിലേക്ക് നീങ്ങുകയാണ്. ഈ കുതിപ്പുകൾ പശ്ചാത്തല സൗകര്യങ്ങളുടെ അസൂയാവഹമായ പുത്തൻ അധ്യായങ്ങളുടെ വഴിത്തിരിവിലേക്ക് നീങ്ങുമ്പോഴും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയുടെ പുത്തൻ വികസന ലോകത്തിലേക്ക് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഇച്ഛാശക്തിയും കേരളം പ്രകടിപ്പിക്കുന്നുണ്ട്. കേരളത്തിന്റെ വികസനത്തിനോടൊപ്പം ലഭ്യമായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തി മാതൃകാപരമായ ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് മുന്നേറുകയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. BDO എസ് ഹരികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വിഷന്റെ മൂല്യമുള്ള സേവനം ഇനി മൗവലിലും. ബേക്കൽ മൗവലിൽ ഗോൾഡൻ ക്ലസ്റ്റർ പ്രവർത്തനം ആരംഭിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ക്ലസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആഷിത് സബ് ഡിസ്ട്രിബ്യൂഷന്റെ കീഴിൽ മൗവലിലെ 6ഓളം ഓപ്പറേറ്റർമാർ ചേർന്ന് പുതിയ ഗോൾഡൻ ക്ലസ്റ്റർ പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിലെ മൂന്നാമത്തെ ക്ലസ്റ്ററാണ് ഇത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ രൂപകൽപ്പന ചെയ്ത ക്ലസ്റ്റർ ആശയപ്രകാരം 2025ഓടെ സംസ്ഥാനത്ത് 100 ക്ലസ്റ്റർ രൂപീകരണമാണ് ലക്ഷ്യം. തച്ചങ്ങാട്, മൗവൽ, കുണിയ, പാക്കം, തൊട്ടിയിൽ, പെരിയാട്ടടുക്കം എന്നിവിടങ്ങളിലെ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് ഗോൾഡൻ ക്ലസ്റ്റർ വഴിയുള്ള സേവനം ലഭ്യമാകും. കേബിൾ TV ബ്രോഡ്ബാൻഡ് മേഖലയിൽ വരുന്ന വൻകിട കമ്പനികളുടെ വെല്ലുവിളികളെ നേരിടുവാനും ചെറുകിട ഓപ്പറേറ്റർമാരെ സംരക്ഷിക്കുവാനും ക്ലസ്റ്റർ സംവിധാനം സഹായിക്കും. കൂടാതെ നിരക്ക് വർധനവിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുക എന്നതും പ്രധാന ലക്ഷ്യമാണ്. ക്ലസ്റ്റർ രൂപീകരണം പൂർത്തിയായതോടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച സേവനങ്ങൾ ലഭ്യമാകും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ക്ലസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അനിവാര്യമായി കൊണ്ടിരുന്ന ഏറ്റവും എസെൻഷ്യൽ സർവീസ് ആയിട്ടുള്ള ബ്രോഡ്ബാൻഡ് സംവിധാനം കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് വളരെ കൃത്യതയോടുകൂടി ശാസ്ത്രീയമായിട്ട് പ്രൊഫഷണലിസത്തോടുകൂടി തന്നെ കൊണ്ടുപോകണമെന്നുള്ള ശക്തമായ സംഘടനയുടെ നയപരിപാടിയുടെ ഭാഗമായിട്ടാണ് ക്ലസ്റ്റർ സംവിധാനം എല്ലാ ജില്ലകളിലും നടപ്പിലാക്കണമെന്നുള്ള തീരുമാന സംഘടന എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കൺവെൻഷനിൽ വെച്ച് കേരളത്തിലെ 4000ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കേബിൾ TV ശൃംഖല 500 MSPകളായി മൾട്ടി സർവീസ് പ്രൊവൈഡറുമായി മാറിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സേവനവും ഈ രംഗത്ത് ഇത് ഡിജിറ്റലായാലും ബ്രോഡ്ബാൻഡ് ആയാലും കൃത്യമായ സേവനം നൽകിക്കൊണ്ട് അനുബന്ധ മേഖലയിലേക്ക് കടക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്
ക്ലസ്റ്റർ സംവിധാനത്തിൽ തുടക്കം കുറിക്കുന്നത്. സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. KCCL ഡയറക്ടർ എം ലോഹിതാക്ഷൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ, CCN ചെയർമാൻ കെ പ്രദീപ് കുമാർ, MD മോഹനൻ TV, ജില്ലാ ട്രഷറർ പി വിനോദ്, മേഖലാ സെക്രട്ടറി പ്രകാശ് എന്നിവർ സംസാരിച്ചു. ക്ലസ്റ്റർ ഡയറക്ടർമാരായ സതീഷ് കെ പാക്കം സ്വാഗതവും പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പതിനായിരങ്ങളെ ആത്മനിർവൃതിയിലാഴ്ത്തി തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. ചെണ്ടവാദ്യത്തിന്റെയും ചീനിക്കുഴലിന്റെയും നാദത്തിലലിഞ്ഞ് ഇരു ഭഗവതിമാരും തിരുവരങ്ങിലെത്തിയതോടെ രാമവില്യം കഴക പരിസരത്തെ ഭക്തസഹസ്രം കൈകൂപ്പി നിന്നു. 7 ദിവസങ്ങളിലായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും രാപ്പകൽ ഭേദമന്യേ 96 തെയ്യക്കോലങ്ങളിൽ നിന്നും അനുഗ്രഹം തേടിയെത്തിയ ഭക്തമാനസങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ബുധനാഴ്ച രാവിലെ 10:30 പ്രധാന തെയ്യക്കോലമായ പടക്കത്തി ഭഗവതിയുടെ നീളൻ തിരുമുടി ഉയർന്നത്. മംഗലക്കുഞ്ഞുങ്ങളുടെ അകമ്പടിയിൽ കഴകം വലം വെച്ച് നടനമാടിയ ശേഷമാണ് പടക്കത്തി ഭഗവതി 10,000-ങ്ങൾക്ക് ദർശനം നൽകിയത്. തുടർന്ന് 11:35 അണിയറയിൽ നിന്നും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നത്. സമാപന ദിനമായ ബുധനാഴ്ച രാവിലെ 9 മുൻപ് തന്നെ കഴക സന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമായിരുന്നു. പുലർച്ചെ മുതൽ വിഷ്ണുമൂർത്തിയുൾപ്പെടെ 13 തെയ്യക്കോലങ്ങൾ അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തിയിരുന്നു. ഇതിനുശേഷമാണ് പ്രധാന ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നത്. ഉച്ചയോടെ ഏതാണ്ട് 1,00,000-ൽ പരം പേർക്ക് അന്നദാനവും നടന്നു. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി താഴ്ത്തുക. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള കാർഷിക സർവകലാശാലയുടെ മഞ്ചേശ്വരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അഗ്രി പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നത് പരിഗണനയിലാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയിൽ പറഞ്ഞു. AKM അഷ്റഫ് MLA-യുടെ സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന അതിർത്തിയോട് ചേർന്ന വോർക്കാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ സ്ഥാപനമാണ് കൃഷി വിജ്ഞാന പരിശീലന കേന്ദ്രം. 16 ഏക്കറോളം സ്ഥല സൗകര്യമുള്ള ഇവിടെ നിലവിൽ കർഷകർക്ക് വിവിധ കൃഷിരീതികളെക്കുറിച്ചും മറ്റും പരിശീലനങ്ങൾ നൽകി വരുന്നതായും ഇവിടെ അഗ്രികൾച്ചറൽ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിച്ചാൽ വടക്കൻ കേരളത്തിലെ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും വളരെ പ്രയോജനകരമാവുമെന്നും AKM അഷ്റഫ് MLA നിയമസഭയിൽ പറഞ്ഞു. കാർഷിക സർവകലാശാലയുടെ മഞ്ചേശ്വരം ക്യാമ്പസിൽ സെൽഫ് ഫിനാൻസിംഗ് മോഡൽ ഈ കോഴ്സ് തുടങ്ങുന്നതിന് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഒന്നുമില്ല. ആവശ്യമായ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് 64 ലക്ഷം രൂപയുടെ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നു. കൂടുതൽ സൗകര്യങ്ങൾക്കായി MLA ADS ഫണ്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആയതിനാൽ 2025-26 വർഷം കാർഷിക സർവകലാശാലയുടെ മഞ്ചേശ്വരം കേന്ദ്രത്തിൽ അഗ്രി പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നതിന് ആവശ്യമായ നടപടി ബഹുമാന്യ അഗ്രികൾച്ചർ മിനിസ്റ്റർ വിചാരിച്ചാൽ 100% തുടങ്ങാൻ കഴിയും. അനുവദിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുന്നു. കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് അഗ്രി പോളിടെക്നിക് ഡിപ്ലോമ. പുതിയ കൃഷിരീതികളെക്കുറിച്ചും സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള അറിവ് നൽകുന്ന ഈ കോഴ്സ് പ്രായോഗിക പരിശീലനത്തിന് മുൻഗണന നൽകുന്നതാകും. ഉത്തര കേരളത്തിലെ വിദ്യാർത്ഥികൾ ഹൈദരാബാദിലെ സർവകലാശാലയെയാണ് നിലവിൽ ഈ കോഴ്സിനായി ആശ്രയിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ഇത്തരമൊരു കോഴ്സ് നിലവിലില്ലാത്തതിനാലാണ് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്. മഞ്ചേശ്വരം ക്യാമ്പസിൽ കോഴ്സ് തുടങ്ങുന്നതിന് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഒന്നും തന്നെയില്ല. അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. കോഴ്സ് തുടങ്ങുന്നത് പരിഗണനയിലാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയിൽ AKM അഷ്റഫ് MLA-യുടെ സബ്മിഷന് മറുപടിയായി അറിയിച്ചു. മഞ്ചേശ്വരം എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെന്ററിൽ നിലവിൽ 50 പേരെ ഉൾക്കൊള്ളാവുന്ന ഒരു ട്രെയിനിംഗ് ഹാളും ഒരു ട്രെയിനീസ് ഹോസ്റ്റലും മാത്രമാണുള്ളത്. കോഴ്സ് ആരംഭിക്കുന്നതിന് കൂടുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ അത്യന്താപേക്ഷിതമാണ്.
ബഹുമാനായ MLA പറഞ്ഞതുപോലെ കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും ഇതിനായിട്ട് പ്രത്യേകമായ ഫണ്ടൊന്നും വകുപ്പിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ലഭ്യമായിട്ടില്ല. നിലവിൽ അവിടെയുള്ളത് 2 ശാസ്ത്രജ്ഞർ മാത്രമാണ്. പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് 2 സിലബസ് തയ്യാറാക്കേണ്ടതും അതിന്റെ നിർദ്ദേശിക്കുന്ന ഇതിന്റെ സർവകലാശാല അക്കാഡമിക് കൗൺസിലായത് അംഗീകരിക്കേണ്ടതും എല്ലാം ഉണ്ട്. ആവശ്യമായ ഫണ്ട് ലഭ്യമാവാതിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരു പോളിടെക്നിക് കോഴ്സ് തുടങ്ങുന്നതിന് ഇപ്പോൾ തടസ്സമായിട്ടുള്ളത്. ബഹുമാനായ MLA പറഞ്ഞതുപോലെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുൾപ്പെടെയുള്ള പണം ലഭ്യമാക്കി അടിസ്ഥാന സൗകര്യ വികസനമെല്ലാം ഉറപ്പാക്കുകയാണ് എങ്കിൽ അനുഭാവപൂർവ്വം ഇക്കാര്യം പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭയുടെ നഗര ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നെല്ലിക്കുന്നിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നഗരസഭയുടെ 3ാമത്തെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നെല്ലിക്കുന്ന് ബീച്ച് റോഡിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം നിർവഹിച്ചു. കോടി രൂപയോളം നമുക്ക് ലാഭം ഒരു വർഷത്തെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ലാഭം നമുക്കിവിടെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സാധാരണപ്പെട്ട ആളുകൾ ഇവിടെയുള്ള ടൗണിൽ പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ടൗണിൽ പോയാൽ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റാത്ത, ഒരു ജലദോഷവും പനിയും വന്നാൽ പണം മേടിച്ചിട്ട് കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥ പല വീടുകളിൽ ഉണ്ടാവാറുണ്ട് എന്ന് ജനപ്രതിനിധികളെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ എന്ന് പറയുമ്പോഴേക്ക് അവർക്ക് ദിവസം കൂലി കെട്ടി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ആശുപത്രിയിൽ വന്നിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് വലിയ ബുദ്ധിമുട്ടും പ്രയാസമാണുള്ളത്. ആ പ്രയാസങ്ങളിൽ മാറ്റിക്കൊടുക്കണമെന്നുള്ളൊരു ഉത്തരവാദിത്വ ബോധം കാസർഗോഡ് നഗരസഭ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു പ്രദേശം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നഗരസഭാ ഉപാധ്യക്ഷ ഷംസീദ ഫിറോസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഖാലിദ് പച്ചക്കാട്, സഹീർ ആസിഫ്, ആർ റീത്ത, രജനി, സിയാന ഹനീഫ്, കൗൺസിലർമാരായ MS സക്കറിയ, അബ്ദുറഹ്മാൻ ചക്കര, അജിത്, മുഷ്താഖ്, ഹനീഫ് നെല്ലിക്കുന്ന്, ദിലീപ്, അലക്സ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഖിലേന്ത്യാ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITU വടക്കൻ മേഖലാ പ്രചരണ ജാഥ കാസർഗോഡ് ആരംഭിച്ചു. ARTWF ദേശീയ സെക്രട്ടറി TK രാജൻ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITU വടക്കൻ മേഖല പ്രചരണ ജാഥയ്ക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും തുടക്കമായി. ARTWF ദേശീയ സെക്രട്ടറി TK രാജൻ, ജാഥ ലീഡറും അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ ഗിരികൃഷ്ണന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ റോഡ് ട്രാൻസ്പോർട്ട് ഫെഡറേഷൻ സിന്ദാബാദ്, വാഹന പ്രചരണ ജാഥ സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഓട്ടോ തൊഴിലാളി ആർക്ക് കൊട്ടാവുന്ന ചെണ്ട, പോലീസുകാരന് കൊട്ടാം, RTOന് കൊട്ടാം, ഏത് മൈനിങ് ജോലിക്കാരന് കൊട്ടാം, ആർക്കുള്ളത് തല്ലാം, ആർക്കുള്ളത് പിടിക്കാം, എത്ര ദിവസം വേണം വണ്ടി വെക്കാം, ആരും ചോദിക്കാനും പറയുന്നില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് ഇത് ഏറെക്കാലമായി ഞങ്ങൾ സഹിക്കുകയാണ്. നിങ്ങൾ ഈ നിയമത്തിൻ്റെ പിപ്പിടി കാട്ടി ഈ പാവപ്പെട്ട തൊഴിലാളികളെ ക്രൂശിക്കാൻ വേണ്ടി പാടില്ല. കേന്ദ്ര നിയമം പാസ്സാക്കുമ്പോൾ കേരളത്തിലെ ചില ഉദ്യോഗസ്ഥന്മാർ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ഗവൺമെൻറ്റിനെ പറ്റി ഞങ്ങൾക്കറിയും. ഈ ഗവൺമെൻറ് തൊഴിലാളികളുടെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാർ ചില ആൾക്കാർ ചെയ്യുന്ന പണി എന്താ? ഈ നിയമത്തെ ചൂണ്ടിക്കാട്ടി വണ്ടി ഓടിച്ച് പിടിക്കുകയാണ്. കള്ളന്മാരെ ഓടിച്ചിട്ട് പിടിക്കുന്നത് പോലെ റോഡ് സൈഡിൽ കാത്തു നിന്ന് വാഹനത്തിൻ്റെ ഓടിച്ചിട്ട് പിടിക്കുക. എന്നിട്ട് പറയാണ്, അവസാനം പറയും ഒന്നുമില്ലെങ്കിൽ നിന്റെ കാക്കയ്ക്ക് നിറവില്ല എന്ന് പറഞ്ഞ് ശിക്ഷിക്കാൻ മടി കാണിക്കാത്ത ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വ്യവസായത്തെ രക്ഷിക്കാൻ, തൊഴിലാളികളെ ആകെ സംരക്ഷിക്കാൻ അതിശക്തമായ പോരാട്ടത്തിലാണ് CIT പ്രസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പാർലമെന്റ് മാർച്ച്. CITU കാസർഗോഡ് ഏരിയ സെക്രട്ടറി PV കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ഏരിയ സെക്രട്ടറി ഷാഫി ചാലക്കുന്ന് സ്വാഗതം പറഞ്ഞു. ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ജാഥ ഉപലീഡർ മോഹൻകുമാർ പാടി, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA റഹ്മാൻ, A രവീന്ദ്രൻ, PV ശ്രീജിത്ത്, പ്രശാന്ത് പയറ്റിയാൽ, A നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ നേതൃത്വത്തിലുള്ള മലബാർ മേഖലാ ജാഥയ്ക്ക് തുടക്കമായി. AITUC സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിത തൊഴിൽ, കാലാനുസൃത ശമ്പളം, ശാന്തമായ തൊഴിലിടം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ മലബാർ മേഖലാ ജാഥയ്ക്ക് കാസർഗോട്ട് നിന്നും തുടക്കമായി. AITUC സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ജാഥ ക്യാപ്റ്റൻ യൂണിയൻ ട്രഷറർ മനോജ് കുമാറിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് കരാറടിസ്ഥാനത്തിൽ തൊഴിലെടുപ്പിക്കുമ്പോൾ AITUC ഉൾപ്പെടെ പറയുന്നത് ന്യായമായ വേതന വ്യവസ്ഥ നൽകാതെ തൊഴിലാളി
സംവിധാനം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ നിലയിലുള്ള ഒരു പരിഷ്കാരം കേരളത്തിലെ KSRTC കൊണ്ടുവന്നാൽ AITUC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. സംഘാടക സമിതി ചെയർമാൻ ബിജു ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MG രാഹുൽ മുഖ്യപ്രഭാഷണം നടത്തി. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി T കൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് കുര്യാക്കോസ്, ജില്ലാ സെക്രട്ടറി V രാജൻ, ജാഥ വൈസ് ക്യാപ്റ്റൻ C അഷ്റഫ്, ജില്ലാ ഡയറക്ടർ C ഷാജു എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. CV ബാബുരാജ് സ്വാഗതവും പ്രശാന്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുണ്യ റമദാൻ മാസത്തിൽ അനാഥരും നിർധനരുമായ കുട്ടികളെ ചേർത്ത് പിടിച്ച് മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഹൊസങ്കടി പീസ് ക്രിയേറ്റീവ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിൽ ചാരിറ്റി ക്ലബ്ബ് രൂപീകരിച്ചാണ് വിദ്യാർത്ഥികൾ സഹജീവി സ്നേഹത്തിന്റെ പുതിയ മാതൃക തീർക്കുന്നത്. പുണ്യ റമദാൻ മാസത്തിൽ അനാഥരും നിർധനരുമായ കുട്ടികളെ ചാരിറ്റി ക്ലബ്ബ് രൂപീകരിച്ച് ഒപ്പം ചേർത്ത് പിടിക്കുകയാണ് കുഞ്ചത്തൂരിലെയും ഹൊസങ്കടിയിലെയും പീസ് ക്രിയേറ്റീവ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ. മറ്റുള്ള കുട്ടികളെപ്പോലെ കളിച്ചു നടക്കേണ്ട അനാഥരും നിർധനരുമായ കുട്ടികൾ പല രീതിയിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ അഭാവം മൂലം ജീവിതത്തിൽ ഇവർ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ഇവരെ ചേർത്ത് പിടിക്കുവാൻ ഹൊസങ്കടി, കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളുകളിൽ ചാരിറ്റി ക്ലബ്ബ് രൂപീകരിച്ചത്. വീട്ടിൽ നിന്നും ലഭിക്കുന്ന പോക്കറ്റ് മണി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് കുട്ടികൾ സഹായധനം സ്വരൂപിക്കുന്നത്. കൂടാതെ മാതാപിതാക്കളിൽ നിന്നും കൂടി ഇതിനായി കുട്ടികൾ പണം സ്വരൂപിക്കുന്നു. ഈ തുകകൾ കുട്ടികൾ അധ്യാപകർക്ക് നൽകുകയും ഇത് ചാരിറ്റി ക്ലബിൻ്റെ പ്രവർത്തനത്തിനായി വിനിയോഗിക്കുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികൾ തങ്ങളുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ ഇല്ലായ്മകൾ അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടി മുന്നോട്ട് വന്നത് മികച്ച പ്രവർത്തനമായാണ് വിലയിരുത്തപ്പെടുന്നത്. സഹജീവികളെ സ്നേഹിക്കുവാനുള്ള മനോഭാവം കുട്ടികളെ സ്നേഹസമ്പന്നമായ ജീവിതം നയിക്കുവാൻ സഹായിക്കുമെന്ന് ഇവിടത്തെ അധ്യാപകർ പറയുന്നു. To promote empathy, charity engagement and positive impact on the world under the auspicious of community service and charity club. Here in Peace Creative School we are organizing a Ramadan charity drive which aims to support people whose lives are blighted by conflicts. സാമൂഹിക ഉത്തരവാദിത്വവും മാനുഷിക മൂല്യങ്ങളും വളർത്തിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് പ്രധാന പങ്കുണ്ട്. കാരുണ്യം, സഹായ മനോഭാവം, നിസ്വാർത്ഥ സേവനം എന്നിവയുൾപ്പെടെയുള്ള നന്മ നിറഞ്ഞ ചിന്തകൾ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. അതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെയേറെ ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിനും പൊതുജനക്ഷേമത്തിനും വിവിധ പദ്ധതികൾ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അവതരിപ്പിച്ചു. കേരള വിഷന്റെ മൂല്യമുള്ള സേവനം ഇനി മൗവലിലും. ബേക്കൽ മൗവലിൽ ഗോൾഡൻ ക്ലസ്റ്റർ പ്രവർത്തനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. കൈകൂപ്പി അനുഗ്രഹം വാങ്ങി ഭക്തസഹസ്രം. മഞ്ചേശ്വരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അഗ്രി പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നത് പരിഗണനയിൽ. AKM അഷ്റഫ് MLAയുടെ സബ്മിഷനുള്ള മറുപടിയായാണ് മന്ത്രി P പ്രസാദ് ഇക്കാര്യം അറിയിച്ചത്. കാസർഗോഡ് നഗരസഭയുടെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നെല്ലിക്കുന്നിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ മലബാർ മേഖലാ ജാഥയ്ക്ക് തുടക്കമായി. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.